ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. ഇൻ ക്രൈസ്റ്റ് ഗ്ലോറി എന്ന മീഡിയയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ വളരെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ എപ്പിസോഡുകൾ മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും വളരെയധികമായി നന്ദി. ആദ്യമായി ഈ സന്ദേശം കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവിക സന്ദേശങ്ങൾ ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി രാത്രി 9 മണിക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചെറിയ ദൂത് നിങ്ങളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൽ വായിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു വിഷയമാണ് ശാപത്തിൻ്റെ മേഖലകൾ. ശാപം പലപ്പോഴും ശാപങ്ങൾ പല കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല കുടുംബങ്ങളുടെയും ജീവിതത്തിൽ ഉയർച്ചകൾ ലഭിക്കപ്പെടാതെ, തലമുറകൾക്ക് വിടുതലുകളില്ലാതെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന, ശാപം ഫോളോ ചെയ്യുന്ന സാമ്പത്തിക ശാപങ്ങൾ, രോഗത്തിൻ്റെ ശാപങ്ങൾ, മാനസിക ശാപങ്ങൾ, മറ്റു പല തലത്തിലുള്ള ശാപങ്ങൾ പലപ്പോഴും പല കുടുംബങ്ങളെ സ്വാധീനിക്കപ്പെട്ടും തകർന്നു പോയിട്ടുള്ള അനേകരെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിലായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിന്റെ സകല ശാപങ്ങൾക്കും വേണ്ടിയിട്ട് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ് രക്തം കൊണ്ട് വീണ്ടെടുത്ത് നിന്നെ കഴുകിയ ആ യേശു കർത്താവിൽ നിനക്ക് ഒരു ശുദ്ധീകരണം ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ, ആ രക്തത്താൽ നീ സ്വതന്ത്രയായിട്ടുണ്ടെങ്കിൽ നിന്റെ സകല ശാപങ്ങളെയും അവൻ ക്രൂശമേൽ വഹിച്ചതാണ്. നിന്റെ സകല രോഗങ്ങളെയും അവൻ ക്രൂശമേൽ വഹിക്കപ്പെട്ടതാണ്. എങ്കിലും പലപ്പോഴും പല ജീവിതങ്ങളുടെ ഇടയിൽ ഇന്നും പല അനുഭവങ്ങൾ അങ്ങനെ ശാപം പോലെ പിന്തുടരുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ എപ്പിസോഡ് കാണുന്ന പ്രിയപ്പെട്ടവർ പറയാ, നിന്റെ ശാപങ്ങളെ കർത്താവ് പൊളിച്ചു കളയാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു പ്രവാചകനിലൂടെ ദൈവം ഒരു ദേശത്തിൻ്റെ ശാപത്തെ പൊളിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയുണ്ട്. അനന്തരം ആ പട്ടണക്കാരെ ഈശോയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമെന്നും യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നു എന്ന് പറഞ്ഞു. അതിനു അവർ ഒരു പുതിയ തളിക കൊണ്ടുവന്നു അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവൻ്റെ അടുക്കൽ ചെന്ന് അതിൻ്റെ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. വളരെ ശക്തമായിരിക്കുന്ന ഒരു വചനഭാഗമാണ് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. എലീശ പ്രവാചകൻ യെരിഹോവിലേക്ക് കയറി വരുമ്പോൾ അവിടുത്തെ പട്ടണക്കാർ കടന്നു വന്നിട്ട്, ഒരു കൂട്ടം ജനം കടന്നു വന്നിട്ട് എലീശ പ്രവാചകനോട് പറയുകയാണ്, അല്ലയോ പ്രവാചകനെ, ഈ പട്ടണത്തിൻ്റെ മേഖലകൾ നോക്കിയാൽ എത്ര മനോഹരമായിട്ടായിരിക്കുന്നത്. ഈ പട്ടണം കാണാൻ ഒരു കുഴപ്പവുമില്ല. പക്ഷെ എന്നാൽ ഈ പട്ടണത്തെ തകർച്ചയിലേക്ക് നയിക്കുന്ന ഇവിടുത്തെ വെള്ളം ചീത്തയാണ്, 2 ദേശം ഗർഭനാശമാണ് എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം. പലപ്പോഴും നിന്നെ നോക്കുമ്പോൾ നിന്റെ വീട് നല്ലതാണ്, നിന്നെ പുറമേ നിന്ന് നോക്കിയാൽ കുഴപ്പമില്ല, നല്ല സിറ്റുവേഷനുകളാണ്. എന്നാൽ നിന്റെ അകത്തളങ്ങൾ പലപ്പോഴും തകർന്നു കിടക്കുന്ന ഒരു അനുഭവം, ശാപം പോലെ കിടക്കുന്ന അനുഭവം, ആരോട് ഒന്നും പറയാൻ പറ്റാതെ കണ്ണുനീരുകൾ കൊണ്ട് മാത്രം രാത്രികൾ പകലുകൾ നിന്റെ ജീവിതം കടന്ന് സ്ട്രഗിളുകളായി അനുഭവിക്കുന്നവർ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നവരായിട്ടുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുക, നിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ആ ശാപത്തിൻ്റെ ശക്തികൾ, ആ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, ആ പരാജയത്തിൻ്റെ അന്തരീക്ഷങ്ങൾ സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ തന്നെ ആത്മാവിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുകയാണ്, ആത്മാവിൽ അതിനെ പൊളിച്ചു കളയുകയാണ്. വിശ്വസിക്കുവാൻ തയ്യാറാകുക, ആത്മാവിൽ കാണാൻ തയ്യാറാകട്ടെ. അങ്ങനെ എന്തു പറയുന്നു? അങ്ങനെയുള്ള ഈ ജനം കടന്നു വന്നിട്ട് അവരോട് പറയുക, അയ്യോ പ്രവാചകന്, എത്ര മനോഹരമായ ബിൽഡിങ്ങുകളാണ് ഈ ദേശത്ത്, എത്ര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇവിടെയുള്ള ജലം കുടിക്കുവാൻ കൊള്ളത്തില്ല, ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. 2-ാമത്തെ ഒരു ശാപം, ഒരു ജനറേഷനെ തടയുന്നൊരു ശാപം.
എന്താ അവിടെ കാണുന്നത്? ഒരു ജനറേഷനെ തടയുന്ന, ഇവിടെ ഗർഭനാശമാണ്, ഇവിടെ തലമുറകൾക്ക് ഭാവി ഉണ്ടാകാതെ വേണം. ഒരു കുട്ടി ജനിക്കപ്പെട്ടാൽ ഒന്നീ മരണത്തിലേക്ക് പോകുക, അല്ല ജീവനുണ്ടോ എങ്കിൽ അതൊരു അംഗവൈകല്യമുള്ളതായി മാറുക. ശാപം ഫോളോ ചെയ്യുന്നതായ എരിഹോമിന്റെ മേഖലകൾ നമുക്കറിയാം. എരിഹോമിന്റെ പട്ടണത്തിൽ ഒരു തിമിയുടെ മകനായ ബർത്തിമായി അവിടെ നിന്ന് നിലവിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു കയറി പ്രാർത്ഥിച്ചപ്പോൾ യേശു നിന്നു. അവന്റെ കണ്ണിന്മേലുണ്ടായിരുന്ന അന്ധതകളെ പൊളിച്ചു മാറ്റി അവന്റെ മേലുണ്ടായിരുന്ന കാഴ്ചയില്ലായ്മ എന്നുള്ള ആ കുരുടമായിരിക്കുന്ന ആ ശാപത്തെ പൊളിച്ച് യേശു അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങളോട് ഞാൻ പറയാ, യേശുവിൻ്റെ ഇടപെടലുകൾ നിന്റെ വീട്ടിനകത്തേക്ക് നടക്കാൻ പോകുക. നിന്റെ ലൈഫിനകത്തേക്ക് യേശു എൻട്രി ചെയ്യാൻ പോകുക. എവിടെയാണോ നീ ശാപം പോലെ നിന്നെ പിന്തുടരുന്നത്, ഒന്നു മാറി പല പ്രശ്നങ്ങളാ. ഒരു നഷ്ടം കഴിയുമ്പോൾ അടുത്ത നഷ്ടം, ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം, ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം. നിന്നെ വല്ലാതെ കുഴച്ചു കളയുന്ന അനുഭവങ്ങൾ നിന്റെ മുമ്പിലുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ ആത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുക, യേശു എൻ്റെ ജീവിതത്തിൽ എൻട്രി ചെയ്യാൻ പോകുകയാണ്. ആ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി ജീവനെ കൊടുത്ത ആ സ്വർഗീയമാകുന്ന യേശു കർത്താവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ശാപങ്ങൾ, എൻ്റെ ഭാവിയുടെ ശാപങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൊളിയാൻ പോകുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവ് അതിൻ്റെ മേൽ ഭയങ്കരമായ വിടുതലുകൾ തരാൻ പോകുകയാണ്. എന്നിട്ട് എലീശ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളൊരു തളികയിൽ ഉപ്പ് കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് പ്രവാചകൻ പറയുന്ന വാക്ക്, ഇന്നു മുതൽ ഈ വെള്ളം പദ്യമായി മാറുന്നു. ഇന്നു മുതൽ ഈ വെള്ളം പദ്യമായി മാറുന്നു. ഓ ഗ്ലോറി ടു ഗോഡ്. നിന്റെ ജീവിതത്തിൻ്റെ ശാപമായ തകർച്ചയായി കിടക്കുന്ന ഏതെങ്കിലും കുടുംബമാണോ, വ്യക്തിയാണോ, നിന്റെ ഭാവിക്കകത്ത് കയറി വരാൻ പറ്റാതെ പൊളിഞ്ഞു കിടക്കുന്ന വ്യക്തിയാണോ നീ? ഈ സന്ദേശം കേൾക്കുന്ന ഈ നിമിഷം തൊട്ട് നിന്റെ ആ ശാപത്തെ, കേഴ്സിനെ കർത്താവ് പൊളിച്ചു മാറ്റാൻ പോകുകയാണ്. ഗ്ലോറി ടു ഗോഡ്. നീ സ്വതന്ത്രം പ്രാപിക്കാൻ പോകുക. ആത്മാവിക്കാണ് ശക്തമായൊരു വിടുതൽ ദൈവം നിന്റെ ലൈഫിനകത്തേക്ക് ദൈവം ചെയ്തു തരാൻ പോകുകയാണ്. വലിയ തിരിവുകൾ നിന്റെ മുമ്പിൽ സംഭവിക്കാൻ പോകുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ആ ബോണ്ടേജ് പൊട്ടട്ടെ, ആ കേഴ്സുകൾ പൊട്ടട്ടെ, നീ സ്വതന്ത്രമാകട്ടെ. ആത്മാവി പ്രാർത്ഥിര്, വിശ്വസിച്ച് പ്രാർത്ഥിര്. പദ്യമാകട്ടെ നിന്റെ വീട്, പദ്യമാകട്ടെ നിന്റെ ജീവിതം, പദ്യമാകട്ടെ നിന്റെ തലമുറ, പദ്യമാകട്ടെ നിന്റെ അനുഭവങ്ങൾ. ഒരു വിടുതലായി കർത്താവ് ഈ സമയത്ത് തീർക്കാൻ പോവുകയാണ്. സാധാരണമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാ ചെയ്തു തരാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ശാപങ്ങൾ പൊളിയട്ടെ, കുടുംബങ്ങൾ സ്വതന്ത്രരാകട്ടെ. സാമ്പത്തിക കുരുക്കിനകത്ത് കിടക്കുന്ന ശാപം വിട്ടുമാറാത്ത എത്ര വർഷങ്ങളായിട്ടും സാമ്പത്തിക സോഴ്സുകൾക്ക് പരിഹാരമില്ലാതെ ശാപം പോലെ കിടക്കുന്ന കടങ്ങള്, പരാജയങ്ങള്, സ്വന്തമായ ഒരു പാർപ്പിട ലഭ്യമാകാതെ വാടകയ്ക്ക് കിടക്കുന്ന ശാപങ്ങള് യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. തലമുറകളുടെ വിഷയത്തിന്റെ ശാപങ്ങൾ പൊളിയട്ടെ. ആമേൻ. രോഗത്തിന്റെ ശാപങ്ങൾ പൊളിയട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ പദ്യമായി മാറട്ടെ, സ്വതന്ത്രരായി മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആത്മാവിനെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നതിനായി നന്ദി പറയുന്നു. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിശ്ചയമായി ഈ ദൂതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്നെ കാണുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ പ്രാർത്ഥന, ആ വിഷയത്തെ നിശ്ചയമായി ഞങ്ങളുടെ വാട്സപ്പിൽ അറിയിക്കണം. പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവപ്രവൃത്തി സംഭവിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.
ആമേൻ. ആമേൻ.